നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താദിശ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. കുന്നംകുളം പഴഞ്ഞി ചിറക്കലിൽ മധ്യവയസ്കന് യുവാവിന്റെ ക്രൂരമർദ്ദനം. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം പഴഞ്ഞി ചിറക്കലിൽ മധ്യവയസ്കന് യുവാവിന്റെ ക്രൂരമർദ്ദനം. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനാണ് മർദ്ദനമേറ്റത്. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ചിറക്കൽ സ്വദേശിയായ വിബീഷ് എന്ന യുവാവ് വനജനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിന്നതായി പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ചിറക്കൽ സെന്ററിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. വനജന്റെ തലയ്ക്കടക്കം ക്രൂരമായാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വനജനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ കുന്നംകുളം പോലീസ് അന്വേഷണം ശക്തമാക്കി. വരവൂരിൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ചൂരൽ മർദ്ദനം. പേനയുടെ മൂടി എടുത്തില്ലെന്നാരോപിച്ചായിരുന്നു അധ്യാപകന്റെ ക്രൂരത. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അധ്യാപകന്റെ ക്രൂരമായ ചൂരൽ മർദ്ദനത്തിന് ഇരയായത്. അധ്യാപകൻ വിദ്യാർത്ഥിയെ ചൂരൽ കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി സ്വദേശി മണികണ്ഠൻ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥിയെ ചൂരൽ ഉപയോഗിച്ച് മർദ്ദിച്ചത്. വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് പതിവായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതെന്നാണ് അറിയുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടികളുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്കൂളിൽ പ്രതിഷേധവുമായി എത്തി. മറ്റൊരു കുട്ടിക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നായിരുന്നു കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു പ്രതികരിച്ചത്. CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, വരവൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ NS സജീഷ്, PK യശോദ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കാഴ്ചപരിമിതിയുള്ള വ്യക്തിയാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. അതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിഷയത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെടുകയും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. സിഗരറ്റ് നൽകിയില്ലെന്നാരോപിച്ച് ചായക്കടയിലിരുന്ന വയോധികനും കടയുടമയ്ക്കും യുവാക്കളുടെ മർദ്ദനം. സംഭവത്തിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ ചായക്കടയിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന സമീപവാസിയായ കളപ്പുരക്കൽ വീട്ടിൽ രാജൻ എന്നയാൾക്കാണ് ആദ്യം മർദ്ദനമേറ്റത്. സിഗരറ്റ് ചോദിച്ചെത്തിയ 2 യുവാക്കളോട് സിഗരറ്റ് ഇല്ലെന്ന് കടയിലിരിക്കുകയായിരുന്ന രാജൻ പറഞ്ഞു. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ രാജനെയും കടയുടമയെയും മർദ്ദിക്കുകയായിരുന്നു. ലഹരിയിലാണെന്ന് കരുതുന്ന യുവാക്കൾ വയോധികനായ രാജന്റെ മാല പൊട്ടിച്ചെടുത്തതായും പറയുന്നു. ഇതിനിടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് പൊട്ടിച്ചെടുത്ത മാല യുവാക്കൾ തിരികെ നൽകാൻ തയ്യാറായത്. വിവരമറിഞ്ഞെത്തിയ ഇരിഞ്ഞാലക്കുട പോലീസ് ആക്രമണം നടത്തിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. മൂർക്കനാട് സ്വദേശി പാടത്തുപറമ്പിൽ വീട്ടിൽ അച്ചു, കരുവന്നൂർ സ്വദേശി ഐവിൻ ആന്റണി എന്നിവരാണ് അറസ്റ്റിലായത്. സമാനമായ രീതിയിൽ മുൻപ് മാപ്രാണത്ത് ഹോട്ടലിൽ യുവാക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായി പറയുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അതേസമയം ആക്രമണങ്ങളിൽ നിന്ന് വ്യാപാരികൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബസ് സഞ്ചരിച്ചത് 100 കിലോമീറ്റർ ഏറെ വേഗത്തിൽ എന്ന് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത വകുപ്പിന് സമർപ്പിക്കും. കുറ്റിപ്പുറം അപകടത്തിൽ MVD, പോലീസ്, നാപാക്, ദേശീയപാത അതോറിറ്റി എന്നിവരുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. പരമാവധി 50 കിലോമീറ്റർ വേഗപരിധിയുള്ള പ്രദേശത്ത് ഇരട്ടിയിലേറെ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചതെന്ന് ഈ പരിശോധനയിൽ വ്യക്തമായി. 6 വരിപ്പാതയിലെ നിരീക്ഷണ ക്യാമറകളുടെ കുറ്റിപ്പുറത്തുള്ള കൺട്രോൾ റൂമിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളിലാണ് ഈ കാര്യം വ്യക്തമായത്. അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയ പ്രധാന കാരണം. മഴ പെയ്തിരുന്നതിനാൽ ബസിന്റെ ടയറും റോഡും തമ്മിൽ വേണ്ടത്ര ബന്ധിക്കപ്പെടാതിരുന്നതും അപകടത്തിന്റെ ആഘാതം കൂട്ടി. ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അപകടവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമേ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കൂ എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കോഴിക്കോട് തൃശൂർ റോഡിലോടുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു.
കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം 3 വയസ്സുള്ള പെൺപുലിയെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. മുഖത്ത് പരിക്കേറ്റ പുലിയെ ചികിത്സയ്ക്ക് ശേഷം കാരിക്കടവ് വനമേഖലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചാലക്കുടി DFM വെങ്കടേശ്വരൻ പറഞ്ഞു. വെട്ടിക്കുഴി പണ്ടാരംപാറ പ്രദേശത്തെ ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. 1.5 മാസം മുൻപാണ് റോയിയുടെ വീട്ടുപറമ്പിൽ കെണിക്കൂട് സ്ഥാപിച്ചത്. ഇയാളുടെ വീടിന് തൊട്ടരികിലെ കോഴിക്കൂട്ടിൽ കിടന്ന പുലി ഏതാനും കോഴികളെ വകവരുത്തിയിരുന്നു. അന്ന് രാത്രി പുറത്തിറങ്ങി നോക്കിയ റോയ് കോഴിക്കൂട്ടിൽ നിന്നിരുന്ന പുലിയെ കണ്ടു. അതിനു മുമ്പ് ഇയാളുടെ വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെണിക്കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 5 മണിയോടെയാണ് കൂട്ടിൽ പുലി അകപ്പെട്ട വിവരം ചക്കാലക്കൽ റോയി അറിഞ്ഞത്. പിന്നീട് നാട്ടുകാരും സ്ഥലത്തെത്തി. ഇതിനിടെ കൂട്ടിൽ കിടന്ന് പലവട്ടം മുന്നോട്ടാഞ്ഞ പുലിയുടെ മുഖത്ത് കമ്പികൾ കൊണ്ട് ചെറിയ മുറിവും സംഭവിച്ചു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ ഷീറ്റ് ഉപയോഗിച്ച് കൂടുമറച്ചു. കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ മിഥുൻ സ്ഥലത്തെത്തി പുലിയെ നിരീക്ഷിച്ചു. പിടികൂടിയ പുലിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ബഫർ സോണിലേക്ക് തുറന്നുവിട്ടു. പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു നടപടി. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് നീങ്ങാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. അണിയറയിൽ ആവേശത്തിന്റെ പടയൊരുക്കവുമായി പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ. സ്വരാജ് റൗണ്ടിനെ ഇളക്കിമറിക്കുന്ന പുലിക്കളിയും നാട്ടിടവഴികളിലും ഗ്രാമവീഥികളിലും വർണ്ണപകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞെത്തുന്ന തനത് കുമ്മാട്ടികളും ഇത്തവണയും തൃശൂരിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരും. പുലിക്കളിയുടെയും കുമ്മാട്ടികളുടെയും വരവറിയിച്ച് കവലകളിലും തെരുവോരങ്ങളിലും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. വിളംബര ബോർഡുകൾ ഓരോന്നായി നിരന്നതോടെ ഓണാവേശം കൊട്ടിക്കയറും മുൻപ് തന്നെ നാടും നഗരവും ആഘോഷലഹരിയിലേക്ക് വഴിമാറി. കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ പുലിക്കളിക്കും കുമ്മാട്ടിക്കും ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഓരോ ടീമുകൾക്കും മുൻവർഷം 3,12,500 രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. ഇത് 3.5 ലക്ഷമാക്കി ഉയർത്തി. ഓരോ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 കുമ്മാട്ടി സംഘങ്ങൾക്ക് 50,000 രൂപ വീതം അനുവദിക്കും. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.